ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് വൺ ക്ലാസ്സിലെ ആദ്യത്തെ അധ്യായമായ ഫിസിക്കൽ വേൾഡിലെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ ചാപ്റ്റർ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയ പ്രാധാന്യം അറിയിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു ശാസ്ത്ര വിദ്യാർത്ഥി, പ്രത്യേകിച്ചും ഒരു ഫിസിക്സ് സ്റ്റുഡൻറ്റ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ പ്രതിപാദിക്കുന്നത്. അതുതന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ്. ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. വാട്ട് ഈസ് ഫിസിക്സ്? എന്താണ് ഫിസിക്സ്? 10ാം ക്ലാസ് വരെയുള്ള കാലയളവിൽ നിങ്ങൾ ഊർജ്ജതന്ത്രമെന്നും ഭൗതികശാസ്ത്രമെന്നും ഫിസിക്സ് എന്ന് പറഞ്ഞൊക്കെ പഠിച്ചിട്ടുള്ളത് ആക്ച്വലി എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരങ്ങളുണ്ടാവാം. ചിലരുടെ അഭിപ്രായത്തിൽ ഫിസിക്സ് വ്യത്യസ്തമായ ഫോഴ്സുകളെക്കുറിച്ചുള്ള പഠനമാണ്. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ഫിസിക്സ് എനർജിയെക്കുറിച്ചുള്ള പഠനമാണ്. ഇതെല്ലാം നിങ്ങൾ എന്താണ് ഫിസിക്സിൽ പഠിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ചിലരുടെ അഭിപ്രായത്തിൽ ഫിസിക്സ് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും കുറിച്ചുള്ള പഠനമാണ്. സോ ആക്ച്വലി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഫിസിക്സിന് വേണമെങ്കിൽ പ്രകൃതിയിലെ ഏതൊരു വസ്തുവിനെ കുറിച്ചിട്ടും എന്തിനെ കുറിച്ചിട്ടും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ, പ്രകൃതിയിലെ ഫലങ്ങളെക്കുറിച്ചും പ്രകൃതിയിലെ ഊർജ്ജത്തെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഫിസിക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് ലളിതമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുക? ഫിസിക്സിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ഫിസിക്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് നാച്ചർ, നാച്ചുറൽ ഫിനോമിന ആൻഡ് ദ ലോസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ആൻഡ് ഗവേൺസ് ദ യൂണിവേഴ്സ്. സയൻസിന്റെ ഒരു ശാഖയാണ് ഫിസിക്സ്. പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ചും ആ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫിസിക്സ്. എന്താണ് ഈ നാച്ചുറൽ ഫിനോമിന? A fact or circumstance or occurrence observed in nature is called a natural phenomena. പ്രകൃതിയിലെ ഒരു വസ്തുതയോ ഒരു സാഹചര്യമോ ഒരു സംഭവമോ ഒക്കെയാണ് നമ്മൾ നാച്ചുറൽ ഫിനോമിന എന്ന് പറയുന്നത്. നാച്ചുറൽ ഫിനോമിന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് പ്രകൃതിയിൽ കാണാൻ കഴിയുക? അഗ്നിപർവ്വത സ്ഫോടനം പ്രകൃതിയിലെ പ്രതിഭാസമാണ്. പ്രളയം, മഴ, ഭൂമി ഉലുക്കം, മഴവില്ല്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ആ പ്രതിഭാസങ്ങളിൽ ഉൾപ്പെടുന്ന നിയമങ്ങൾ, ഇതൊക്കെ ഫിസിക്സിന്റെ പരിധിയിൽപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഫിസിക്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എന്താണ് സയൻസ് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഫിസിക്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് സയൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആക്ച്വലി എന്താണ് സയൻസ്? ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഞാൻ സയൻസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സ് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പഠന ശാഖയാണോ? അതിനുപരിയായിട്ട് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ സയൻസിന്? അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സയൻസ് എന്ന് മനസ്സിലാക്കാം. സയൻസ് മനസ്സിലാക്കിയ ശേഷം നമുക്ക് എന്താണ് ഫിസിക്സ് എന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ വാട്ട് ഈസ് സയൻസ്? പ്രാചീന മനുഷ്യൻ പ്രകൃതിയെ പല രീതിയിൽ കണ്ടിരുന്നു. പല രീതിയിൽ കാണുകയെന്ന് പറയുമ്പോൾ ആശ്ചര്യത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഭയത്തോടു കൂടിയും ഒക്കെ മനുഷ്യൻ പ്രകൃതിയെ കണ്ടിരുന്നു. ചില പ്രതിഭാസങ്ങളെ മനുഷ്യൻ സന്തോഷത്തോടുകൂടിയും ആശ്ചര്യത്തോടെയും കാണുമ്പോൾ മറ്റു ചില പ്രതിഭാസങ്ങളെ മനുഷ്യൻ ആകാംക്ഷയോടെയും ഭീതിയോടെയാണ് കണ്ടിരുന്നത്. പ്രാചീന മനുഷ്യന് പ്രകൃതിയിലെ ഈ പ്രതിഭാസങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ, അവൻ നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്നതല്ല ഈ പ്രതിഭാസങ്ങളെന്ന് അവന് വ്യക്തമായപ്പോൾ അവൻ അത്തരം പ്രതിഭാസങ്ങളെ ആരാധിക്കുകയുണ്ടായി. കാറ്റിനെയും മഴയെയും സൂര്യനെയും എല്ലാം മനുഷ്യൻ ആരാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളോട് മനുഷ്യന് ഭയവും ചില പ്രതിഭാസങ്ങളോട് മനുഷ്യന് ആശ്ചര്യവും അനുഭവപ്പെട്ടിരുന്നു. ഉദാഹരണമായിട്ട് ആകാശത്തിലെ രാത്രികാലങ്ങളിൽ തെളിഞ്ഞു കാണുന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ കടന്നു പോകുന്ന ചില വായുനക്ഷത്രങ്ങളും ഉൽക്കകളും, ഇതെല്ലാം മനുഷ്യന് ആശ്ചര്യം ഉണ്ടാക്കിയിരുന്നു. ഇങ്ങനെയുള്ള ഉൽക്കകൾ ഭൂമിയിലേക്ക് വീഴുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവന് ആകാംക്ഷയും അതുപോലെ തന്നെ ഭീതി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് കാരണം അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. മഴവില്ലുകൾ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ സൂര്യോദയവും സൂര്യാസ്തമയവും, ഒരേ സ്ഥലത്ത് തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ, 14 ദിവസം കൂടുമ്പോൾ പൗർണമിയും അമാവാസ്യയും ഉണ്ടാവുന്നത്, ചന്ദ്രനിൽ തന്നെയുള്ള കറുത്ത സ്പോട്ട്,
അതുപോലെ തന്നെ പ്രളയം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഇതെല്ലാം മനുഷ്യന് പിടികിട്ടാത്ത പ്രതിഭാസങ്ങളായിരുന്നു. പക്ഷെ ആധുനിക മനുഷ്യന് ഇതിനൊക്കെ പിറകിലുള്ള കാരണങ്ങൾ അറിയാം. ഒരു പരിധിവരെ ഇവയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനും അവയെ നിയന്ത്രിക്കാനും അവൻ സാധിക്കുന്നുണ്ട്. എന്താണ് അവൻ ഇതിന് സഹായിച്ചത്? ഇത്തരം പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഇത്തരം പ്രതിഭാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അവയെക്കുറിച്ചിട്ട് മുൻകൂട്ടി പ്രവചിക്കാനും അവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും ഒക്കെ മനുഷ്യൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അതിന് ഉത്തരം സയൻസ് എന്നാണ്. സയൻസ് മേഡ് ഇറ്റ് ഓൾ പോസിബിൾ. ശാസ്ത്രമാണ് ഇതിനെല്ലാം സഹായിച്ചത്. അപ്പോൾ എന്താണ് ഈ സയൻസ്? സയൻസ് എന്ന് പറഞ്ഞ വാക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് സയൻഷ്യ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിനർത്ഥം ടു നോ എന്നാണ്, അറിയുക. അപ്പോൾ സയൻഷ്യ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് സയൻസ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. സയൻസിൻ്റെ മറ്റൊരു മീനിങ് നോളജ് എന്നുള്ളതാണ്. സംസ്കൃതത്തിൽ വിജ്ഞാനം എന്ന് പറയുന്നു, അറബിയിൽ എന്ന് പറയുന്നു. അതൊക്കെ നോളജ് തന്നെയാണ്. സോ സയൻസ് എന്ന് പറയുമ്പോൾ അത് ടു നോ എന്നോ അല്ലെങ്കിൽ നോളജ് എന്നോ നമുക്ക് മനസ്സിലാക്കാം. സയൻസ് എന്ന് പറയുന്നത് ജ്ഞാനമാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ കാലാകാലങ്ങളായി മനസ്സിലാക്കിയിട്ടുള്ള അവൻ്റെ അനുഭവ സമ്പത്തും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് അവൻ നേടിയെടുത്തുള്ള അറിവുകളും എല്ലാം ഭാവിയിലേക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ ഓർഗനൈസ് ചെയ്ത് വെക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ചിട്ട് അവൻ മുൻകൂട്ടി പ്രവചിക്കാൻ ശ്രമിക്കുകയും അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അത് ശാസ്ത്രമായിട്ട് വളർന്നു. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത്, സയൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അറിവുകളെ ക്രോഡീകരിച്ച് വെക്കുകയും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള അറിവുകളെ ഭാവിയിലേക്ക് മറ്റൊരവസരത്തിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രവർത്തനത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു സങ്കേതത്തെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സയൻസ് എന്ന് പറയുമ്പോൾ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള പഠനമായിരുന്നു. എല്ലാ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ടും എല്ലാ വസ്തുക്കളുമായി ബന്ധപ്പെട്ടും അതിന് പിറകിലുള്ള തത്വങ്ങളെക്കുറിച്ചും അതിന് പിറകിലുള്ള രഹസ്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പഠനമായതുകൊണ്ട് തന്നെ നാച്ചുറൽ സയൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോ ഇനിഷ്യലി സയൻസ് വാസ് കാൾഡ് നാച്ചുറൽ സയൻസ്. പിന്നീട് മനുഷ്യൻ പുരോഗമിച്ചതിനനുസരിച്ചിട്ട് അവൻ്റെ വിജ്ഞാനം വർദ്ധിക്കുകയും അവനങ്ങനെ നേടിയെടുത്ത അറിവുകളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അറിവുകൾ വർദ്ധിക്കുമ്പോൾ അവയെ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാണെന്ന് മനസ്സിലായി. അത് കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നാച്ചുറൽ സയൻസിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് ബയോളജിക്കൽ സയൻസ്, മറ്റേത് ഫിസിക്കൽ സയൻസ്. ബയോളജിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ ജീവനുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ്, ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള പഠനമാണ് ബയോളജിക്കൽ സയൻസ്. ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നോൺ ലിവിങ് തിങ്സിനെ കുറിച്ചുള്ള പഠനമാണ് ഫിസിക്കൽ സയൻസ്. ബയോളജിക്കൽ സയൻസിനെ തന്നെ വീണ്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ബോട്ടണി ആൻഡ് സുവോളജി. അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസിനെ രണ്ടെണ്ണമായി ക്ലാസിഫൈ ചെയ്യുന്നു, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇവിടെ ഫിസിക്സ് ആണ് നമ്മുടെ പരിഗണനയിലുള്ളത്. ഫിസിക്സ് എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡായിട്ടുള്ള ഫ്യൂസസിൽ നിന്നോ ലാറ്റിൻ വേർഡായിട്ടുള്ള ഫിസിക്കലിൽ നിന്നോ മറ്റൊരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ഫ്യൂസിക്കലിൽ നിന്നോ ആണ്. ഫ്യൂസിസ്, ഫിസിക്ക, ഫ്യൂസിക്കെ എന്നുള്ള വാക്കുകളിലേക്ക് അർത്ഥം നാച്ചർ ആൻഡ് നാച്ചർ റിലേറ്റഡ് തിങ്സ് എന്നൊക്കെയാണ്. പ്രകൃതിയോ പ്രകൃതിയിലെ വസ്തുക്കളോ എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളാണ് ഫ്യൂസിസും ഫിസിക്കയും ഫ്യൂസിക്കും ഒക്കെ. സോ പ്രകൃതിയിലെ വസ്തുക്കൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും ആണ് ഫിസിക്സിന്റെ പരിഗണനയിൽ വരുന്നത്. സോ ഫിസിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ്, എവറിത്തിങ് ഇൻ നാച്ചർ. സോ നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും, ഭൂമിയിലുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള ഏതൊരു വസ്തുവിനെ കുറിച്ചും ഏതൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ പ്രതിപാദിക്കുമ്പോൾ അവിടെ ഫിസിക്സിലെ ആശയങ്ങൾ വരുന്നു, ഫിസിക്സിലെ ലോസ് വരുന്നു, ഫിസിക്സുമായി ബന്ധപ്പെട്ടുള്ള പഠനം അവിടെ പ്രാധാന്യം വഹിക്കുന്നു. സയൻസിന്റെ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ സയൻസ് ഇസ് എ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന in as much detail and depth as possible and use the knowledge so gained to predict, modify and control phenomena. അത് പറഞ്ഞു. സയൻസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആണ്, എന്തിനു വേണ്ടിയുള്ള ശ്രമമാണ്? പ്രകൃതിയെക്കുറിച്ച് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അങ്ങനെ ശ്രമം നടത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം, അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ശേഖരിച്ചു വയ്ക്കുകയും ആ നോളജ് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത പ്രതിഭാസങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാനും ആ പ്രതിഭാസങ്ങളെ മോഡിഫൈ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട്
കാട്ടുതീ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് കാട്ടുതീ ഉണ്ടാവുന്നത് എന്ന് പഠിക്കുകയാണെങ്കിൽ ഭാവിയിൽ കാട്ടുതീ ഉണ്ടാവാതിരിക്കാനും ഉണ്ടായാൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനും മറ്റു സഹായമാവും. സോ ദാറ്റ് ഈസ് സയൻസ്. സോ സയൻസ് ഒരു സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ആണ്. സയൻസ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ശ്രമമാണ്. നോളജ് ഗെയിൻഡ് ത്രൂ കെയർഫുൾ ഒബ്സർവേഷൻ, എക്സ്പീരിയൻസസ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് അറേഞ്ച് സിസ്റ്റമാറ്റിക്കലി ഈസ് ഓൾസോ കാൾഡ് സയൻസ്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ, പരിചയ സമ്പത്തിലൂടെ, യുക്തിസമമായ അപ്രോച്ചിലൂടെ ഓക്കെ മനുഷ്യൻ നേടിയെടുത്ത നോളജിനെ നമുക്ക് സയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് സയൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ് എന്ന് മനസ്സിലായിട്ടുണ്ട്. ഫിസിക്സിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കോൺമാന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നോ സയൻസിൻ്റെ 5 ക്യാരക്ടറിസ്റ്റിക്സ് ഇപ്പോൾ പരിചയപ്പെടാം. സയൻസിൻ്റെ 5 സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കൂ. 1 കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒരു സയൻറ്റിഫിക് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആര് തന്നെ ചെയ്താലും ഒരേ ഉത്തരം തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പരീക്ഷണം ഏത് ശാസ്ത്രജ്ഞൻ ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന് ഒരേ ഉത്തരം തന്നെ ലഭിക്കുന്നു, ഒരേ ആൻസർ തന്നെ ലഭിക്കുന്നു. അതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഒബ്സർവബിലിറ്റിയാണ്. അത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാണുകയോ കേൾക്കുകയോ തൊടുകയോ ചെയ്തുകൊണ്ട് നമുക്കതിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പ്രെഡിക്റ്റബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ നേടിയെടുത്ത അറിവുകളെ നമുക്ക് ഭാവിയിലേക്കുള്ള മുന്നറിയിപ്പുകളായി കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. സോ സയൻസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. നമുക്ക് മുൻകൂട്ടി അതിനെക്കുറിച്ചുള്ളൊരു ധാരണ ലഭിക്കും, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതാണ് പ്രെഡിക്റ്റബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റബിലിറ്റി, സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ടെസ്റ്റ് ചെയ്യപ്പെടാം. ഏതൊരു സാഹചര്യത്തിലും എപ്പോഴും ടെസ്റ്റ് ചെയ്യപ്പെടാവുന്നതാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും. അതാണ് ടെസ്റ്റബിലിറ്റി. അഞ്ചാമത് പറയാനുള്ളത് ടെൻറ്റേറ്റീവ്നെസ് ആണ്. ടെൻറ്റേറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പെർമനൻ്റ് അല്ല, ടെൻറ്റേറ്റീവ് ആണ്. മാറ്റം വരാൻ സാധ്യതയുണ്ട്, മാറ്റങ്ങൾ വരാം. അപ്പോൾ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമായിക്കൊള്ളണമെന്നില്ല നാളത്തെ അതിൻ്റെ അപ്ഡേഷൻ. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ സത്യമാണ്. ചിലപ്പോൾ നാളെ അതിൻ്റെ അപ്ഡേഷൻ വരാം, അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ടെൻറ്റേറ്റീവ്നെസ് ഉണ്ടാവാം. സയൻസുമായി ബന്ധപ്പെട്ടുള്ള 5 പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത് കൺസിസ്റ്റൻസി, ഒബ്സർവബിലിറ്റി, പ്രഡിക്റ്റബിലിറ്റി, ടെസ്റ്റബിലിറ്റി ആൻഡ് ടെൻറ്റേറ്റീവ്നെസ്. ഈ ടെൻറ്റേറ്റീവ്നെസ് എന്ന് പറയുന്ന അവസാനം പറഞ്ഞ പ്രോപ്പർട്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സയൻസിൻ്റെ വളർച്ചയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ആദ്യ കാലഘട്ടങ്ങളിൽ വിചാരിച്ചിരുന്നത് ഭൂമിയാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്നായിരുന്നു. പിന്നീട് ഭൂമിയെല്ലാം സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് മനസ്സിലാക്കുകയും ആ തെറ്റ് ശാസ്ത്രലോകം തിരുത്തുകയും ചെയ്തു. മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്ന് പരീക്ഷണങ്ങളോട് തെളിയിക്കുകയുണ്ടായി. സോ ഇങ്ങനെ പല പല കാര്യങ്ങളിലും ഈ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. ഇന്ന് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അത് തെറ്റായിരുന്നു എന്ന് ശാസ്ത്രലോകം തെളിയിക്കുമ്പോൾ അന്ന് അതായിരിക്കും സത്യം. അതാണ് ടെൻറ്റേറ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോ സയൻസിൻ്റെ 3 പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് നോക്കാം. 1 എക്സ്പ്ലോറിംഗ് ആണ്, 2 എക്സ്പെരിമെൻറ്റിംഗ് ആണ്, 3 പ്രെഡിക്റ്റിംഗ് ആണ്. നേരത്തെ 5 പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട തന്നെയാണ്. പക്ഷേ ഈ ഒരു 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. എക്സ്പ്ലോറിംഗ്, എക്സ്പെരിമെൻറ്റിംഗ് ആൻഡ് പ്രെഡിക്റ്റിംഗ്. എക്സ്പ്ലോറിംഗ് എന്ന് പറയുമ്പോൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും പരിശോധിക്കാൻ, ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഇടപെടാൻ സയൻസ് സാധിക്കും. മറ്റത് എക്സ്പെരിമെൻറ്റിംഗ് ആണ്. ഇത്തരത്തിൽ സയൻസുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് അത് പ്രെഡിക്റ്റിംഗ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ പ്രെഡിക്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു 3 ആശയങ്ങളും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയാം. അതായത് എക്സ്പ്ലോറിംഗ്, എക്സ്പെരിമെൻറ്റിംഗ്, പ്രെഡിക്റ്റിംഗ് എന്ന് പറഞ്ഞ ആശയങ്ങളൊക്കെ ലീഡ് ചെയ്യേണ്ടത് സയൻറ്റിഫിക് മെത്തേഡിലേക്കാണ്. അപ്പോൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യം നമ്മളൊരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ
ശാസ്ത്രീയമായ രീതിയിലാണ് നാം സമീപിക്കുന്നുണ്ടെങ്കിൽ അവിടെ എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്, എക്സ്പെരിമെൻറ്റിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്, പ്രെഡിക്റ്റിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നുണ്ട്. ഇതൊക്കെ കൂടി ഉൾപ്പെടുമ്പോൾ നമ്മുടെ സമീപനം സയൻറ്റിഫിക് ആയി മാറുന്നു. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കുന്ന സയൻറ്റിഫിക് മെത്തേഡാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളുണ്ട്. എക്സ്പ്ലോറിങ്ങും എക്സ്പെരിമെൻറ്റിങ്ങും പ്രെഡിക്റ്റിങ്ങും ഒക്കെ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്വഭാവ സവിശേഷതയാണെങ്കിൽ കൂടി സയൻറ്റിഫിക് മെത്തേഡിലാണ് നമ്മൾ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ചില സ്റ്റെപ്പുകളുണ്ട്. എന്തെല്ലാമാണ് ആ സ്റ്റെപ്പുകൾ നമുക്ക് പരിശോധിക്കാം. The scientific method involves the following interconnected steps. 1. Systematic observation. ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് ആദ്യം വേണ്ടത്. ആക്ച്വലി എന്താണ് ആ പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഓർ ഡിഫൈൻ ദാറ്റ് പ്രോബ്ലം. ആ പ്രശ്നത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ വ്യക്തമായിട്ട് ആ പ്രശ്നത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവണം. അതാണ് സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ആണ്. ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷണങ്ങൾ നടത്താൻ സാധിക്കണം. കൺട്രോൾഡ് ആയിട്ടുള്ള, നമ്മുടെ നിയന്ത്രണത്തിൽ ഉൾപ്പെടുന്ന രീതിയിൽ, നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കത്തക്ക രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ആ ഒരു സയൻറ്റിഫിക് മെത്തേഡിലാണ് നമ്മൾ കാര്യത്തെ സമീപിക്കുന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ പരീക്ഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ ലാബിൽ ചെയ്യുന്ന പരീക്ഷണങ്ങളല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ചില നീക്കങ്ങളെയാണ് എക്സ്പെരിമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് കൺട്രോൾഡ് ആയിട്ടുള്ള ചില പരീക്ഷണങ്ങൾ. അടുത്തത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ആണ്. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിരീക്ഷണം നടത്തുമ്പോൾ, കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റ കിട്ടും. അത്തരം ഡാറ്റയെ, നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ, ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ, ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനെയും നമ്മൾ ക്വാളിറ്റീവായിട്ടും ക്വാണ്ടിറ്റേറ്റീവായിട്ടും ഒന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാമാണ് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ഡാറ്റ, ആ ഡാറ്റയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, അത് നമ്മൾ സോർട്ട് ചെയ്യുക, അതിന് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുക. അതാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, അങ്ങനെ നമ്മൾ വിശകലനം നടത്തി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാം. ഹൈപ്പോത്തിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ആശയം എന്തായിരിക്കും ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ എന്താണ് ആ പ്രശ്നം എന്നുള്ളത് നമ്മളൊരു മോഡൽ അല്ലെങ്കിൽ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇതായിരിക്കും ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഇതായിരിക്കും ആ ഒരു പ്രശ്നത്തിൻ്റെ പിറകിലുള്ള കാരണം എന്ന് നമ്മളൊരു സജഷൻ വയ്ക്കുന്നു. ആക്ച്വലി നമുക്ക് ഉറപ്പില്ല, അതാണോ നമുക്ക് ഉറപ്പില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ചിട്ട്, ഡാറ്റ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മോഡലാണ്. സോ അങ്ങനെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് നമ്മളവിടെ സജസ്റ്റ് ചെയ്യുന്നു. അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് നിങ്ങൾ കേട്ടണാവും അല്ലേ? അപ്പോൾ നമ്മളത് ഉറപ്പില്ലാത്തതുകൊണ്ട്, നമ്മളത് പൂർണ്ണമായിട്ടും നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ഇത്തരം ഹൈപ്പോത്തസിസ് ആണ് നടത്തുന്നത്. ഇനി ആ ഹൈപ്പോത്തസിസിൻ്റെ മുകളിൽ വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. പ്രെഡിക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ, അല്ലെങ്കിൽ മറ്റു രീതി പറഞ്ഞാൽ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. ഇങ്ങനെ നമ്മൾ ഹൈപ്പോത്തസിസ് നടത്തുമ്പോൾ ആ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ആ മാത്തമാറ്റിക്കൽ മോഡൽ എല്ലാ കാലത്തും എല്ലായിടത്തും അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും ഇത് വാലിഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ അതിൻ്റെ വാലിഡിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. അങ്ങനെ വെരിഫൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ സ്റ്റെപ്പിലേക്ക് പോകണം. വീണ്ടും നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകണം. വീണ്ടും ഈ പ്രവർത്തനം തുടരുകയും അടുത്ത മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തുകയും അടുത്ത ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുകയും അത് വെരിഫൈ ചെയ്യുകയും വേണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുമ്പോൾ, ഈ ഒരു പ്രവർത്തനത്തോട് തുടർച്ചയായി കടന്നുപോയി അവസാനം 5ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എല്ലാ സ്ഥലത്തും ഈ ഹൈപ്പോത്തസിസ് വാലിഡ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് തിയറി ആയിട്ട് മാറുന്നു. ഹൈപ്പോത്തസിസ് ബിക്കംസ് എ തിയറി. ഇതാണ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പ്രൊസീജിയേഴ്സ്. ഒരു പ്രശ്നത്തെ നമ്മൾ സമീപിക്കുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. നമുക്ക് എക്സാമ്പിൾ പരിശോധിക്കാം. മഴക്കാലത്തൊക്കെ വീടുകളുടെ ഗേറ്റിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് പൈപ്പ് ഇങ്ങനെ കെട്ടിവെച്ച് കാണാം. നമുക്കറിയാം ആക്ച്വലി എന്തിനാണ് പ്ലാസ്റ്റിക് പൈപ്പ് കെട്ടിവെച്ചിട്ടുള്ളത്.
പത്രം വെക്കുന്നതിനോ അല്ലെങ്കിൽ പാല് വെക്കുന്നതിനൊക്കെയാണ് ആൾക്കാർ ഗേറ്റിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് കെട്ടിവെക്കുക അല്ലേ. പ്ലാസ്റ്റിക് പൈപ്പ് ആവാം, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാവാം, സംതിങ് ലൈക്ക് ദാറ്റ്, നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം. അപ്പോൾ നമുക്കിതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്ന വിചാരിക്കാം. നമുക്കറിയില്ല, നമുക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ ഗേറ്റിന് മുകളിൽ അല്ലെങ്കിൽ വീടിന് മുമ്പിലുള്ള മരത്തിന് മുകളിലോ അല്ലെങ്കിൽ ഗേറ്റിന് മുകളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്ലാസ്റ്റിക് പൈപ്പ് അല്ലെങ്കിൽ PVC പൈപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ല. സോ ഇറ്റ് ഈസ് എ പ്രോബ്ലം. അതൊരു പ്രശ്നമാണ്. ആ പ്രോബ്ലം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തണം. എന്തിനാണ് അതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള സമീപനത്തിലൂടെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനാണ്. ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും അല്ലെങ്കിൽ PVC പൈപ്പുകൾ കെട്ടിവെച്ചതൊക്കെ ഏതെല്ലാം സാഹചര്യത്തിലാണ് കാണാൻ സാധിക്കുന്നത്? മഴക്കാലത്ത് മാത്രമാണോ, വേനൽക്കാലത്തുണ്ടോ, അതോ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ദിവസങ്ങളിൽ മാത്രമാണോ, എല്ലാ വീടുകളുടെ മുമ്പിൽ ഇതുണ്ടോ, പുതിയ വീടുകൾക്ക് മുമ്പിൽ മാത്രമാണോ, പഴയ വീടുകൾക്ക് മുമ്പിലാണോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പ്രശ്നം നിരീക്ഷിക്കുന്നു. അങ്ങനെ ഈ പ്രശ്നത്തെ നിരീക്ഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില എക്സ്പെരിമെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞല്ലേ. എക്സ്പെരിമെൻറ്റ്സ് നടത്തണം. എന്നാണ് കണ്ണൂരുടെ എക്സ്പെരിമെൻറ്റ്സ്. ഇവിടെ നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക് പൈപ്പിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ആക്ച്വലി, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, വാട്ടറിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുകയും അത്തരം കാര്യങ്ങൾ, അപ്പോൾ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റുള്ള പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടാണോ അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ പരീക്ഷണം നടത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺട്രോൾഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ വീടുകളുടെ മുമ്പിൽ ആ ഒരു PVC പൈപ്പ് കെട്ടിവെച്ചതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. എക്സ്പെരിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ വാക്കിന് നിങ്ങൾ ഒരിക്കലും ലാബിൽ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ഉള്ള രീതിയിൽ ചിന്തിക്കുക. അത് ബ്രോഡായിട്ടുള്ള ആശയമാണ്. പുതുതായിട്ട് നിർമ്മിച്ച വീടുകളുടെ മുമ്പിൽ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് കെട്ടിവെച്ചിട്ടുള്ളത്? അങ്ങനെ നോക്കിയപ്പോൾ പഴയ വീടുകളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളുടെ മുമ്പിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ മനസ്സിലാവുന്നു. സോ ഇങ്ങനെ നമ്മൾ എന്തിനായിരിക്കാം ഇതെന്നുള്ളത് നമ്മുടെ ഒരു ഒരാശയത്തെ എന്തിനായിരിക്കും അതെന്നുള്ള ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതാണ് കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ് ആണ്. ഈ കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമ്മൾ വിശകലനം ചെയ്യുകയാണ്. എത്ര സാഹചര്യങ്ങളാണ് കെട്ടിവെച്ചിട്ടുള്ളത്? മഴക്കാലത്ത് മാത്രമാണോ, വേനൽക്കാലത്താണോ, പുതിയ വീടുകളിൽ, പഴയ വീട്, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ആ കിട്ടിയുള്ള ഡാറ്റ കൂടി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അത് 3 സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസ്, ഇത് പുതുതായിട്ട് നിർമ്മിക്കുന്ന വീടുകൾക്ക് കണ്ണ് തട്ടാതിരിക്കാനാണ്. ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയായിരിക്കും. 5ാമത്തെ സ്റ്റെപ്പിൽ നമ്മളത് വെരിഫിക്കേഷനാണ്. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്തപ്പോഴാണ് മനസ്സിലായത് പുതുതായി നിർമ്മിച്ച വീടുകൾക്ക് മാത്രമല്ല, ഒരുപാട് പഴക്കം ചെന്ന വീടുകളുടെ മുമ്പിലും ഇങ്ങനൊരു പൈപ്പ് കെട്ടിവെച്ച് കാണുന്നു. ആ ഒരു ഹൈപ്പോത്തസിസോടെ തെറ്റായി മാറി. വീണ്ടും നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോവുകയാണ്. ഡാറ്റ വീണ്ടും കളക്ട് ചെയ്യുന്നു. അങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ട് പിന്നീട് നമുക്ക് തോന്നിയ ഹൈപ്പോത്തസിസ്, ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന കത്തുകളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ഹൈപ്പോത്തസിസ് ശരിയാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് പോസ്റ്റ്മാൻ ഒരിക്കൽ പോലും കത്തുകൾ കൊണ്ടുവരാത്ത വീടുകളിലും ഇത് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ്മാനിന് കത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയുടെ ഇൻസഫിഷ്യൻസി മനസ്സിലാക്കുകയും കൺട്രോൾഡ് എക്സ്പെരിമെൻ്റ് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് വീണ്ടും പോവുകയും കൂടുതൽ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനം നമ്മൾ തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ, എക്സാമ്പിളായി പറയുകയാണ്, തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ അവസാനം നമ്മൾ ഏത് കൺക്ലൂഷൻ എത്തുന്നു? ഇത് പത്രം വെക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ലെറ്റർ വെക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള സജ്ജീകരണമായിട്ടാണ് മിക്ക വീടുകളിലും ഗേറ്റിന് മുകളിൽ ഇത്തരത്തിലുള്ളൊരു ബോക്സ് അല്ലെങ്കിൽ PVC പൈപ്പോ പ്ലാസ്റ്റിക് ബോർഡിലോ കെട്ടിവെച്ചിട്ടുള്ളത്. അതോടുകൂടിയിട്ട് അതൊരു തിയറി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ലോ പോലെ വിചാരിക്കേണ്ട, നമ്മുടെ ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായി. നമുക്ക് എന്താണ് ആ ഒരു പ്രശ്നം, ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് അതിന് ആൻസർ. സോ ദിസ് ഇസ് ദ സയൻറ്റിഫിക് മെത്തേഡ്. ഇങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനെ സമീപിക്കേണ്ടത്. ഈ 5 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഉള്ളൂ സയൻറ്റിഫിക് മെത്തേഡ് ആവുന്നുള്ളൂ. നൗ സയൻസ് ഇസ് എവർ ഡൈനാമിക് എന്ന് പറയാം. സയൻസ് ഇസ് എവർ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു,
ആദ്യ കാലഘട്ടങ്ങളിൽ ഹീലിയോസെൻട്രിക് തിയറി വരുന്നതിന് മുമ്പായിട്ട് ജിയോസെൻട്രിക് തിയറി ആയിരുന്നു. ഭൂമിയാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രമെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീട് ആ തിയറി തെറ്റെന്ന് മനസ്സിലാവുകയും ഹീലിയോസെൻട്രിക് തിയറി വരികയും കോപ്പർനിക്കസ് പ്ലാനറ്റ് സൂര്യന് ചുറ്റും വൃത്താകൃതിയിൽ കറങ്ങുകയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തിയറി തെറ്റാണെന്ന് ടൈക്കോ ബ്രാഹയുടെ ഒബ്സർവേഷനിലൂടെ ജോഹാനസ് കെപ്ലർ തെളിയിക്കേണ്ടായി. സർക്കുലർ ഓർബിറ്റ് തിയറി അദ്ദേഹം എലിപ്റ്റിക്കൽ ഓർബിറ്റ് തിയറിയായി മാറ്റി. എലിപ്റ്റിക്കൽ ഓർബിറ്റുകളിലാണ് പ്ലാനറ്റ്സ് കറങ്ങുന്നത് അദ്ദേഹം പരിഷ്കരിച്ചു. ഇതുപോലെ തന്നെ ആറ്റം മോഡലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആറ്റം മോഡൽ നിങ്ങൾക്കറിയാം, റൂദർഫോർഡ് ആറ്റം മോഡൽ, ജെ തോംസൺ ആറ്റം മോഡൽ, അങ്ങനെ ആറ്റം മോഡൽ പരിഷ്കരിച്ചു വന്ന അവസാനം ബോർ ആറ്റം മോഡലിൽ എത്തിയിരിക്കുന്നു. സോ ഇതൊക്കെ സയൻസ് എവർ ഡൈനാമിക് എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. മറ്റൊരാശയം, ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചപ്പോൾ മറ്റു ചില പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇൻഡിഫറൻസ് ഡിഫ്രാക്ഷനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ക്രിസ്റ്റ്യൻ ഹൈജൻസ് അദ്ദേഹത്തിൻ്റെ വേവ് തിയറി അനുസരിച്ചിട്ട് എല്ലാ പ്രതിഭാസങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞ ഫിനോമിന അദ്ദേഹത്തിന് വേവ് തിയറി അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴാണ് മറ്റൊരു ഡെവലപ്മെൻറ്റ് വന്നത്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നയിച്ചത്. സോ ഇങ്ങനെ സയൻസ് എപ്പോഴും ഡൈനാമിക് ആണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സയൻസ് ഈസ് ആൾവേസ് ചേഞ്ചിങ്. ദർ ഇസ് നോ ഫൈനൽ തിയറി സയൻസ് ആൻഡ് നോ അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റി അമംഗ് സയൻറ്റിസ്റ്റ്. സയൻസിൽ ഒരിക്കലും ഫൈനൽ തിയറി ഇല്ല. ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ അൺക്വസ്റ്റ്യൻഡ് ആയിട്ട് ഒരാളൊന്നും തന്നെ ഇല്ല. ന്യൂട്ടൺ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് ക്രിസ്റ്റ്യൻ ഹൈജൻസ് പറയുകയും പിന്നീട് ക്രിസ്റ്റ്യൻ ഹൈജൻസിൻ്റെ ഭാഗത്ത് ഉള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്വാണ്ടം തിയറി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. സോ ഇങ്ങനെ സയൻസിൽ ഒരു ഫൈനൽ തിയറിയുമില്ല, ഒരു അൺക്വസ്റ്റ്യൻഡ് അതോറിറ്റിയും ഇല്ല ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ. സോ സയൻസ് ഈസ് ആൾവേസ് ഡൈനാമിക്. നമുക്ക് സയൻസിൻ്റെ കാര്യത്തിൽ ഈ ഡെഫിനിഷനോട് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. Science is the pursuit and application of knowledge and understanding of the natural and social world following a systematic methodology based on evidence. ഇവിടെ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ കണ്ടുകൊണ്ടാണ് ഈ ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ളത്. സയൻസ് ഈസ് ദ പർസ്യൂട്ട് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നാച്ചുറൽ, അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് സോഷ്യൽ കൊണ്ട് ചേർക്കുന്നു. എന്തുകൊണ്ടാണ് സോഷ്യൽ ചേർക്കാനുള്ള കാരണം? നമുക്കറിയാം, സോഷ്യൽ സയൻസിൻ്റെ കൂടെയും സയൻസ് എന്നുള്ള കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ സയൻസിലും ആന്ത്രോപോളജിയോ അല്ലെങ്കിൽ ആർക്കിയോളജിയോ പോലത്തെ സോഷ്യൽ സയൻസിൻ്റെ ശാഖകളും ഇതേപോലത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ട് സയൻറ്റിഫിക് മെത്തേഡിലെ 5 സ്റ്റെപ്പുകളിലും കടന്നുപോയിക്കൊണ്ട് സൊല്യൂഷൻസ് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് അതിനെയും സയൻസ് എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. അവിടെ സോഷ്യലായിട്ടുള്ള അപ്രോച്ച് കൂടി സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് കൂടിയിട്ട് സമൂഹവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് കൂടി സയൻസ് എന്ന് പറഞ്ഞ വേർഡ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. സോ സയൻസ് ഈസ് ദ പർസ്യൂട്ട് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നാച്ചുറൽ ആൻഡ് സോഷ്യൽ വേൾഡ്. സമൂഹത്തെക്കുറിച്ചുള്ള പഠനം കൂടി ഉൾപ്പെടുത്തുന്നു. ഫോളോയിങ് എ സിസ്റ്റമാറ്റിക് മെത്തഡോളജി ബേസ്ഡ് ഓൺ എവിഡൻസ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെത്തേഡോട് കൂടിയിട്ട് ശേഖരിക്കുന്ന നോളജ്, പ്രകൃതിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചിട്ടോ ശേഖരിക്കുന്ന നോളജ്, അതിൻ്റെ അപ്ലിക്കേഷൻസ്, അതാണ് സയൻസ്. അപ്പോൾ സയൻസിൻ്റെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് നമുക്ക് കിട്ടിയുള്ളത്. സയൻസ് ഇസ് ദ പർസ്യൂട്ട് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നാച്ചുറൽ ആൻഡ് സോഷ്യൽ വേൾഡ് ഫോളോയിങ് എ സിസ്റ്റമാറ്റിക് മെത്തഡോളജി ബേസ്ഡ് ഓൺ എവിഡൻസ്. The very passing day, physics has brought us deeper and deeper levels of understanding. കാലം കടന്നു പോകുന്നതോടുകൂടിയിട്ട് ഫിസിക്സ് നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡീപ്പായിട്ടുള്ള നോളജാണ് തന്നുകൊണ്ടിരിക്കുന്നത്. At each successive level, the basic laws or theories not only become simpler but also fewer in number. ഓരോ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിനായ നിയമങ്ങളും ലോസും അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ 16ാം നൂറ്റാണ്ടിലെ പകുതിയോടുകൂടിയാണ് സയൻസിലും അതുപോലെ ഫിസിക്സിലൊക്കെ തന്നെ കാര്യമായിട്ടുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായത്. യൂറോപ്പിലാകമാനം സയൻസുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റ് ഉണ്ടായ കാലഘട്ടമായിരുന്നു അത്. അന്ന് ഓരോ ശാസ്ത്രജ്ഞരും അവരുടേതായ നിയമങ്ങളും ഇക്വേഷൻസൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. പിന്നീട് കാലം കടന്നു പോകുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ള വേറെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ നമുക്ക് ഒന്നിച്ച് ചേർത്ത് ഒറ്റ നിയമമാക്കാൻ സാധിച്ചു. അപ്പോൾ സയൻസ് പുരോഗമിക്കുന്നതിലൂടെ വ്യത്യസ്തമായി നിൽക്കുന്ന പല പല നിയമങ്ങളും പല ഇക്വേഷൻസൊക്കെ നമുക്ക് ക്ലബ് ചെയ്തിട്ട് എണ്ണം കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ അറ്റ് ഈച്ച് സക്സസീവ് ലെവൽ ദി ബേസിക് ലോസ് ഓഫ് തിയറീസ് നോട്ട് ഓൺലി ബിക്കം സിംപ്ലർ ബട്ട് ഓൾസോ ഫ്യൂവർ ഇൻ നമ്പർ. ഇങ്ങനെ നോക്കുമ്പോൾ ഫിസിക്സിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റും കൂടി ഉണ്ട്.
The philosophical aspect of physics is that it is in search of truth always but never attains the ultimate truth. ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അൾട്ടിമേറ്റ് ട്രൂത്ത് എത്തുന്നില്ല. എന്നും ഫിസിക്സ് സത്യം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ ഒരിക്കലും അൾട്ടിമേറ്റ് ട്രൂത്ത് എത്തുന്നില്ല. According to William of Ockham in the 14th century, closer we get to the truth, the simpler the basic laws become. സത്യത്തിനടുത്ത് നമ്മൾ എത്തുന്നതോട് കൂടിയിട്ട് നിയമങ്ങൾ വളരെ സിമ്പിളാവുന്നു. ഇദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു. ഹയർ ലെവൽ ഫിസിക്സ് മെറ്റാഫിസിക്സിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹയർ ലെവൽ ഫിലോസഫിയും മെറ്റാഫിസിക്സിലേക്ക് പോകുന്നു. അപ്പോൾ ഫിസിക്സും ഫിലോസഫിയും ഇന്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വില്യം ഓഫ് ഒക്കം എന്ന് പറഞ്ഞ ഫിലോസഫർ ഫിസിക്സിനെ കുറിച്ച് പറഞ്ഞത്, ക്ലോസർ വി ഗെറ്റ് ടു ദ ട്രൂത്ത്, ദ സിംപ്ലർ ദ ബേസിക് ലോസ് ബിക്കം. സത്യത്തോട് നമ്മൾ അടുക്കും തോറും നിയമങ്ങൾ വളരെ സിമ്പിളായി മാറുന്നു. ഒരിക്കലും നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ട്രൂത്തിലേക്ക് എത്തുന്നില്ല. ടു പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് അപ്രോച്ച് ടു ഫിസിക്സ് ആർ, ഒന്ന് യൂണിഫിക്കേഷൻ ആണ്, മറ്റൊരു റിഡക്ഷൻ ആണ്. ഫിസിക്സിലെ രണ്ട് തരത്തിലുള്ള സമീപനങ്ങളാണുള്ളത്. ഒന്ന് യൂണിഫിക്കേഷൻ, മറ്റൊരു റിഡക്ഷൻ. യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ശാസ്ത്രം വളരുന്നതോട് കൂടിയിട്ട് ഫിസിക്സും വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല പല നിയമങ്ങളെയും നമുക്ക് ഒന്നിച്ച് ചേർക്കേണ്ടതായിട്ട് വരും. ദി ഫസ്റ്റ് ഗ്രേറ്റ് യൂണിഫിക്കേഷൻ ഇൻ ഫിസിക്സ് ഈസ് ഡൺ ബൈ ന്യൂട്ടൺ. അദ്ദേഹം സെലസ്റ്റിലും ടെറസ്ട്രിയലുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും സ്വാധീനിക്കുന്ന രീതിയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടെന്ന് പ്രതിപാദിക്കുകയും അത് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനായി അവതരിപ്പിക്കുകയും ചെയ്തു. ഭൂമിയിലും ബഹിരാകാശത്തുമുള്ള എല്ലാ വസ്തുക്കളെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഭൂമിയിൽ ഒരു വസ്തു താഴത്തേക്ക് വീഴുമ്പോഴും അതുപോലെ തന്നെ ഭൂമി സൂര്യനിട്ട് കറങ്ങുമ്പോഴും ഒക്കെ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇത്ര ലാർജ് സ്കെയിലിൽ അനുഭവപ്പെടുന്ന ഈ ഫോഴ്സിനെ അദ്ദേഹം ഒറ്റ നിയമം കൊണ്ട് സിമ്പിളാക്കുകയുണ്ടായി. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പോൾ അതൊരു യൂണിഫിക്കേഷനാണ്. ഇതേപോലെ തന്നെ ഫിസിക്സിലെ സെക്കൻഡ് ഗ്രേറ്റ് യൂണിഫിക്കേഷൻ എന്ന് പറയപ്പെടുന്നത് മാക്സ്വെല്ലിന്റെ കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹം ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും നിയമങ്ങളെ ക്ലബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ആശയം അവതരിപ്പിക്കുകയുണ്ടായി. അടുത്ത റിഡക്ഷനാണ്. എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയെ പഠിക്കാൻ അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടുകളുടെ പ്രോപ്പർട്ടീസും അവ തമ്മിൽ ഇന്ററാക്ഷൻ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് തെർമോഡൈനാമിക്സ് എന്ന ബ്രാഞ്ച് ഫിസിക്സിലെ ടെമ്പറേച്ചറിനെ കുറിച്ചും അപ്പോൾ തന്നെ എൻട്രോപ്പി, ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞ ആശയങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ നേരിട്ട് പഠിക്കുന്നതിന് പകരം അവിടെ ആ ഒരു മെറ്റീരിയലിലുള്ള ആറ്റങ്ങളുടെ കൈനറ്റിക് എനർജിയെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ഒരു മെറ്റീരിയലിലുള്ള ആറ്റങ്ങളുടെയോ ഒരു മോളിക്യൂൾസിൻ്റെയോ കൈനറ്റിക് എനർജി പഠിക്കുന്നതോട് കൂടിയിട്ട് ആ വസ്തുവിന്റെ ടെമ്പറേച്ചറിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് റിഡക്ഷൻ. അപ്പോൾ യൂണിഫിക്കേഷനും റിഡക്ഷനുമാണ് ഫിസിക്സിലെ രണ്ട് അപ്രോച്ചസ്. ടു പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ഫിസിക്സ് ആർ യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ. യൂണിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പല പല കാര്യങ്ങളെ ഒന്നിച്ച് ചേർത്ത് ഒറ്റൊന്നാക്കുക എന്നുള്ളതാണ് യൂണിഫിക്കേഷൻ. റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള വലിയൊരു കാര്യത്തെ ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് പരിശോധിക്കുക, പഠിക്കുക എന്നുള്ളതാണ് റിഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Unification is the act of unifying the different laws valid for different phenomena into a single theory that explains all the different phenomena. And reduction is the act of solving complex problem by breaking it into simpler parts. ഇതോടുകൂടിയിട്ട് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.